என்று நினைத்தாயோ? ഇനി അത് നടക്കില്ല. നിന്റെ അടിമയായി ജീവിക്കാൻ എനിക്കിനി വയ്യ. സ്നേഹിച്ച പെണ്ണെ നീ എന്നിൽ നിന്ന് അകറ്റി. അവൾ വൃത്തികെട്ട പെണ്ണാണെന്ന് നീ വിളിച്ചു കൂവി. സുദേവിനെ കൂട്ടുപിടിച്ചു പലതും പറഞ്ഞു. 4 വർഷം അവളെ കാത്തിരുന്നവനെ ഞാൻ. പക്ഷേ നീ അതിവിദഗ്ധമായി എന്നെ ചതിച്ചു. എൻ്റെ മനസ്സിൽ ഇന്നും ആരാണെന്ന് നിനക്കറിയാം. ശരത് മാധുരിയുടെ അമ്മയുടെ മുന്നിൽ വന്നു നിന്നു. ഇനിയെങ്കിലും ഞാൻ സത്യം തുറന്നു പറയട്ടെ അമ്മായി. ഈ നാട്ടുകാർക്ക് മുന്നിൽ ഇവളെൻ്റെ ഭാര്യയായിരുന്നു. പക്ഷെ ഒരിക്കലും എൻ്റെ മനസ്സിനോ ശരീരത്തിനോ ഇവൾ അവകാശിയല്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഇവളെ എൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല. ചേച്ചിയെ മനസ്സിൽ കൊണ്ട് നടന്നവന് അനുജിത്തിയെ എങ്ങനെ ഭാര്യയാക്കാൻ കഴിയും? എല്ലാവർക്കും മുന്നിൽ ഞാൻ തോറ്റു തന്നപ്പോൾ ഇവളുടെ കഴുത്തിലേറിയതാണ് ഞാൻ കെട്ടിയ താലി. ഓരോ നിമിഷവും എന്നെ ശ്വാസം മുട്ടിച്ച് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്ന ഒരു നാഗമായിരുന്നു ഇവളെൻ്റെ ജീവിതത്തിൽ. ഇന്നു മുതൽ ഞാൻ സ്വതന്ത്രനാണ്. സ്വന്തം കൂടപ്പിറപ്പിനോട് ഇങ്ങനെ ക്രൂരത ചെയ്തവൾ നാളെ അമ്മയോടും ചെയ്തെന്നിരിക്കും. ശരത്ത് മുഖം അമർത്തി തുടച്ചു മുറ്റത്തേക്കിറങ്ങി മാധുരിയെ നോക്കി. അവളുടെ നെറുകയിൽ ചാർത്തിയ സിന്ദൂരത്തിലേക്കും കഴുത്തിലെ താലിമാലയിലേക്കും അവൻ വേദനയോടെ നോക്കി. സച്ചി മാധുരിയുടെ കയ്യിൽ മുറുക്കി പിടിച്ച് ശരത്തിനെ നോക്കി. നിങ്ങളെ ഞാൻ ഇന്നും ഓർക്കും സർ. ഇവളിൽ നിന്നും എന്നെ മോചിപ്പിച്ചതിനും. പിന്നെ അവൻ മാധുരിയെ നോക്കി. കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ സച്ചിയുടെ ചുമലിൽ ചാരി നിൽക്കുകയായിരുന്നു അവൾ. ശരത്ത് പാടവരമ്പ് ഇറങ്ങി നടന്ന് അകലെ നിന്നും നോക്കി. മധുശ്രീ ഒരു ഭ്രാന്തിയെ പോലെ അലറി. ഇനി ആരുടെയും സഹതാപങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കാതെ സച്ചി മാധുരിയെ കാറിലേക്ക് കയറ്റി. അവനെന്തോ ശരത്തിൻ്റെ അവസ്ഥയോർത്ത് വിഷമം തോന്നി. അമ്മു രാവിലെ മുറക്കമെഴുന്നേറ്റപ്പോൾ അജയ് ബാഗ് പാക്ക് ചെയ്യുന്നതാണ് കണ്ടത്. ഇതെന്താ അജയ് ഇപ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്നത്? ബെഡിൽ എണ്ണീറ്റിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. പിന്നെ വീടിൻ്റെ കാര്യങ്ങളും. ഒന്നിനും സമയമില്ല. നിനക്കുള്ളതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയി ഫ്രഷ് ആയി വാ. അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അജയ് പറഞ്ഞു. അമ്മു മടിയോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞവൾ വരുമ്പോൾ അജയ് റൂമിലുണ്ടായിരുന്നില്ല. അവൾ അടുക്കളയിലേക്ക് പോയപ്പോൾ ശില്പ ദോശയുണ്ടാക്കുകയും രാകേഷ് അവളെ ശല്യപ്പെടുത്തിയും കവളിൽ ഉമ്മ വെച്ചും നിൽക്കുന്നുണ്ട്. അമ്മു ചമ്മലോടെ തിരിച്ച് ഹാളിലേക്ക് വന്നു. അച്ഛൻ്റെയും അമ്മയുടെയും റൂമിൽ അവരുടെ നടുക്ക് കിടന്ന് നല്ല ഉറക്കമായിരുന്നു നിളമോൾ. അവരാരും എഴുന്നേറ്റിട്ടില്ല. അമ്മു നേരെ റൂമിലേക്ക് പോയപ്പോൾ അജയും റൂമിലേക്ക് വന്നു. അവൾ ചമ്മലോടെ ചിരിക്കുന്നത് കണ്ട് അജയ് അവളെ കണ്ണു കൂർപ്പിച്ചു നോക്കി. എന്തടി ഒറ്റയ്ക്കിരുന്നൊരു ചിരി? ഏയ് അത് പിന്നെ ചേട്ടനും ചേച്ചിയും കിച്ചണിൽ. ഓ അതൊക്കെ ഇവിടെ പതിവുള്ള കാഴ്ചയല്ലേ. അവർക്ക് എന്ന് ഹണിമൂൺ അടിവെണ്ണേ. അജയ് അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മുവിൻ്റെ മുഖമൊന്ന് ചുവന്നു. 10 മണിക്ക് ഇവിടുന്ന് പോകണം. 11 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ മാത്രമാണോ പോകുന്നത്? അമ്മു സംശയത്തോടെ ചോദിച്ചു. അതെ. അപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും കുഞ്ഞും ഒക്കെ? എടി പൊട്ടിക്കാളി, ഇവിടുത്തെ ഓഫീസ് വിട്ടിട്ട് അവരവിടെ വന്ന് നിൽക്കുമോ? പിന്നെ അച്ഛനെയും അമ്മയും ചേട്ടനെ എങ്ങോട്ടും വിടില്ല. അതുമാത്രമല്ല നമ്മളിപ്പോൾ ന്യൂലി മാരീഡ് കപ്പിളല്ലേ, അപ്പോൾ കുറച്ച് പ്രൈവസിയൊക്കെ വേണ്ടേ എന്നവർ ചിന്തിച്ചു. തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ത്യ മൊത്തം കറങ്ങാൻ പോവാം. അവളുടെ വിരലുകളിൽ പിടിച്ച് ചുംബിച്ചുകൊണ്ട് അജയ് പറഞ്ഞു. അമ്മു പിടച്ചിലൂടെ നോട്ടം മാറ്റി. അജയ് അവളുടെ തലയിൽ ചുറ്റിയിരുന്ന ടവൽ അഴിച്ചു മാറ്റി. സമൃദ്ധമായ മുടിയിഴകൾ ബെഡിലേക്കഴിഞ്ഞ് ചിതറിക്കിടന്നു. അജയ് അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. അപ്പോഴേക്കും ശില്പയെ അവരെ കഴിക്കാൻ വിളിച്ചിരുന്നു. അമ്മു തിടുക്കത്തിൽ എഴുന്നേറ്റ് പോകാനാഞ്ഞതും അജയ് അവളെ പിടിച്ചു നിർത്തി അവനോട് വലിച്ചടുപ്പിച്ചു. മോർണിംഗ് കിസ് വേണ്ടേ? കുസൃതിയോടെ ചോദിക്കുന്നവനെ അമ്മു വിറയലോടെ നോക്കി. അജയ് അവളുടെ ചുണ്ടുകളിലൊന്ന് ചുണ്ടു ചേർത്ത് നുണഞ്ഞെടുത്തു. അമ്മു ഒന്നുയർന്നു പൊങ്ങി അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. ഉറക്കത്തിൽ ആന കുത്തിയിലും അറിയില്ലല്ലോ പെണ്ണെ. ഇന്നലെ രാത്രി എത്ര വട്ടം ഞാൻ ഈ ചുണ്ടുകളെ കവർന്നെന്നറിയോ? എവിടെ ഒരനക്കവും ഇല്ല. അമ്മു അവനെ മിഴിച്ചു നോക്കി. അയ്യേ വൃത്തികെട്ടവൻ. അമ്മു അവനെ തള്ളി മാറ്റി കെറുവോട് നോക്കി. ഇതൊക്കെ എന്ത് വൃത്തികേട്? ഇനി എന്തൊക്കെ? അമ്മു അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. മതി, വാ തുറന്ന വർഷത്തിലും മാത്രമേ പറയൂ. അതും പറഞ്ഞ് അമ്മു ഹാളിലേക്ക് തിരിച്ചു നടന്നു. അജയ് മീശത്തുമ്പ് കടിച്ചു പിടിച്ചവളെ ചിരിയോടെ നോക്കി നിന്നു. ശില്പയെ ഓരോന്നെടുത്ത് ടേബിളിൽ വെച്ചപ്പോൾ അമ്മു കൂടെ അവളെ സഹായിച്ചു. കാർവണ്ട് എവിടെ പോയി ചേച്ചി? അജയ് കൈ കഴുകി ചിരിയോടെ വന്നിരുന്ന് ചോദിച്ചപ്പോൾ ശില്പയെ അവനെ സംശയത്തോടെ നോക്കി. എന്താടാ ചെക്ക നിനക്ക്? ഇവിടെ എവിടെ കാർവണ്ട്? അതേ വരുന്നു. മോളെയും എടുത്തുകൊണ്ട് വരുന്ന രാകേഷിനെ നോക്കി അജയ് പറഞ്ഞപ്പോൾ ശില്പ ചമ്മിയ മുഖത്തോടെ അമ്മുവിനെ നോക്കി. കണ്ടു അല്ലേ? അമ്മുവിനോട് ശില്പ പതിയെ ചോദിച്ചു. കുറച്ച്. അപ്പോഴേക്കും ഞാൻ ഓടിയിരുന്നു. അമ്മു കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. അച്ഛനും അമ്മയും ഫ്രഷായി വന്നിരുന്നു. നിങ്ങൾ എപ്പോഴാടാ പോകുന്നത്? അച്ഛൻ ചോദിച്ചു. 11-ന് ഫ്ലൈറ്റ്. 10 മണിക്ക് ഇറങ്ങും.
പിന്നെ പാലുകാച്ചിന് കുറച്ച് ദിവസം മുന്നേ അങ്ങോട്ടേക്ക് വന്നേക്കണം. മൂത്തമാനെ മാത്രം നോക്കിയാൽ പോരാ, അജയ് ഗൗരവത്തോടെ പറഞ്ഞു. ഓ, ഉത്തരവ്. അവൻ്റെ കുടുംബനാഥം വന്നേക്കുന്നു. കൊച്ചിനെ പൊന്നുപോലെ നോക്കണം, ഇല്ലെങ്കിൽ അവളുടെ ആങ്ങളച്ചക്കൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും നിനക്ക്, അച്ഛൻ അജയെ ചൂട് പിടിപ്പിക്കാനായി പറഞ്ഞു. ഓ, എൻ്റെ പെണ്ണിനെ ഞാൻ നോക്കിക്കോളാം. അച്ഛൻ അച്ഛൻ്റെ പെണ്ണിനെ നോക്കിക്കോ. ഡാ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയതുകൊണ്ടാണ് നീയൊക്കെ ഇവിടെ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് നിർത്ത് മനുഷ്യൻ്റെ തോലി ഉരിക്കും, അമ്മ അച്ഛനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മു പൊട്ടിച്ചിരിച്ചു പോയി. പിന്നാലെ ശില്പയും തുടങ്ങിയപ്പോൾ നിളമോളും ചിരിക്കാൻ തുടങ്ങി. നിനക്ക് എന്ത് മനസ്സിലായിട്ടാണ് ഈ കാന്താരി നീ ചിരിക്കുന്നേ? അജയ് അവളുടെ കവളിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു. നിളമോൾ അവൻ്റെ കവളിൽ നല്ലൊരു കടി കൊടുത്തു. കൊച്ചിന് വകവെതിരുണ്ട്, ഇനി മോരുത് കഴിക്ക്, രാകേഷ് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്മു ശില്പയെ അടുക്കളയിൽ സഹായിച്ചൊക്കെ നിന്നപ്പോൾ ശില്പയെ അവളെ റെഡിയാക്കാനായി ഓടിച്ചു വിട്ടു. രണ്ടുപേരും പോകാൻ റെഡിയായി വന്നപ്പോൾ നിളമോള് ചുണ്ടു വിതുമ്പി കരയാൻ തുടങ്ങി. അമ്മുവിനെ അള്ളിപ്പിടിച്ചിരുന്ന് കരഞ്ഞു. അമ്മുവും കരഞ്ഞുപോയി. അജയ് കുഞ്ഞിന് ചോക്ലേറ്റും ഉമ്മയും ഒക്കെ കൊടുത്ത് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. അച്ഛനും അമ്മയ്ക്കും അവരെ പിരിയുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കെല്ലാം എൻ്റെ കൊച്ചേട്ടനായിരുന്നു. അച്ഛനായും അമ്മയായും ഏട്ടനായും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ചേച്ചിയുടെയും ഒക്കെ സ്നേഹം വാത്സല്യം ഒക്കെ ഞാൻ അടുത്തറിഞ്ഞത്. പെട്ടെന്ന് പിരിയുമ്പോൾ വല്ലാത്ത സങ്കടം. അച്ഛനും അമ്മയും അങ്ങ് വരണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഏട്ടനും ഏച്ചിയും മോളും ഒക്കെ ചേരുന്ന ഈ വീട് ഒരിക്കലും നാട്ടിൽ പോയാൽ കിട്ടില്ല. അജയുടെ സ്വപ്നമാണ് സ്വന്തമായൊരു കമ്പനി എന്നറിയാം. തൽക്കാലം അജയ്ക്കൊപ്പം നിൽക്കാനേ എനിക്ക് കഴിയൂ. ഞാൻ കാത്തിരിക്കും നമ്മുടെ ആ വീട്ടിൽ. പോയിട്ട് വരട്ടെ. അച്ഛനും അമ്മയും സങ്കടത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ശില്പയെ അവളുടെ കവളിൽ ഉമ്മ വെച്ചു. രാകേഷ് അവളെ ചേർത്ത് പിടിച്ചു നിന്നു. അജയ്ക്കൊപ്പം അവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഇവിടേക്ക് വന്നതു മുതലുള്ള ഓരോ നിമിഷവും അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അജയ് അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു. അവർക്കായി കാത്തുനിന്ന ടാക്സിയിൽ ബാഗുകൾ എടുത്തു വെച്ച് അവർ യാത്ര പറഞ്ഞപ്പോൾ ശില്പയും രാകേഷും അവർക്കായി കൈവീശി കാണിച്ചു. പാലാഴി എത്താറായപ്പോഴും മാധുരി നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. എന്തു പറയും ഇവരോടൊക്കെ താൻ? ഇവിടുന്ന് പോയപ്പോൾ താൻ വിവാഹിതയായിരുന്നില്ല. സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നാൽ തന്നെ അവർ മറ്റൊരു കണ്ണിലൂടെ കാണില്ലേ? സച്ചി സാറിന് അതൊരു അപമാനമാവില്ലേ? അവളുടെ മനസ്സറിഞ്ഞിട്ടെന്ന പോലെ സച്ചി അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. കിച്ചു മുറ്റത്ത് നിൽക്കുകയായിരുന്നു. രാഖിയും ഹരിയും സുലോചനയും കൂടി ഉമ്മറത്തിരുന്ന് എന്തോ സംസാരിച്ചിരിപ്പുണ്ട്. കാറിൽ നിന്നിറങ്ങി മാധുരിയുടെ കൈ പിടിച്ചിറക്കുന്ന സച്ചിയെ കിച്ചു സംശയത്തോടെ നോക്കി. കിച്ചു സാറ് ദിയെ ഷാദി ചെയ്തു, പാസ്വാൻ ഓടി വന്ന് പറഞ്ഞപ്പോൾ കിച്ചു വായും തുറന്ന് അവരെ മിഴിച്ചു നോക്കി. അതേ ഭാവമായിരുന്നു ഹരിക്കും രാഖയ്ക്കും. സുലോചനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്താടാ, എന്ത് ചെയ്തെന്ന്? അവർ തമ്മിൽ വിവാഹം കഴിച്ചെന്ന് ഹരി പറഞ്ഞപ്പോൾ സുലോചന പകപ്പോടെ എഴുന്നേറ്റു. എന്തൊക്കെയാടേ കേൾക്കുന്നത്? കിച്ചു അതിശയത്തോടെ സച്ചിയെ നോക്കി ചോദിച്ചു. മാധുരി ആരെയും നേരിടാനാവാതെ മുഖം കുനിച്ചു നിന്നു. സച്ചി അവളുടെ കയ്യിൽ പിടിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ഇവളുടെ വീട്ടുകാർക്ക് ഇവളെ വേണ്ട, അവർക്ക് മാധുരിയുടെ പണം മാത്രം മതിയായിരുന്നു. എല്ലാ സൗകര്യങ്ങളുമായപ്പോൾ മാധുരി അവർ ഒരു പട്ടിയെ പോലെ ആട്ടി ഓടിച്ചു. എനിക്കവിടെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല, കൂടെ കൂട്ടി. അപ്പോഴത്തെ സാഹചര്യത്തിൽ കഴുത്തിൽ താലിയും ചാർത്തി. ഇന്നു മുതൽ ഇവളെൻ്റെ ഭാര്യയാണ്. സച്ചി എല്ലാവരെയും നോക്കി പറഞ്ഞപ്പോൾ മാധുരി കണ്ണു നിറച്ച് അവനെ നോക്കി. നന്നായി മോനെ, മാധുരി നല്ല കുട്ടിയാണ്. മോന് അവളേക്കാൾ നല്ലൊരു പെണ്ണ് എനിക്ക് കിട്ടില്ല. നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങളിപ്പോൾ വരാം, സുലോചന സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് രാഖിയെയും കുട്ടി അകത്തേക്ക് പോയി. പോയപ്പോൾ സിംഗിളായി പോയ ആളാ, വന്നപ്പോൾ മിങ്കിള്. ഹരി സച്ചിയെ കളിയാക്കിയപ്പോൾ അവൻ ഹരിയെ കൂർപ്പിച്ചു നോക്കി. സുലോചനയും രാഖിയും കത്തിച്ചു വെച്ച നിലവിളക്കും ആരതി താലവുമായി വന്നു. രണ്ടാളും വന്നേ. അമ്മുവിൻ്റെ വീടിന് മുന്നിലേക്ക് സുലോചന നടന്നു. ഹരി കിണ്ടിയിലെ വെള്ളം കൊണ്ട് സച്ചിയുടെ കാല് കഴുകി. സുലോചന രണ്ടുപേരെയും ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് മാധുരിയുടെ കയ്യിൽ കൊടുത്തു. മാധുരി സച്ചിയെ നോക്കി. അവനവളെ കണ്ണു ചിമ്മി കാണിച്ചു. മാധുരി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ഹരി കടയിൽ പോയി സേമിയ പായസത്തിന്റെ കിറ്റും പാലും വാങ്ങിക്കൊണ്ടു വന്നു. രാഖി പെട്ടെന്ന് പായസം ഉണ്ടാക്കി. അപ്പോഴേക്കും അജയും അമ്മുവും എത്തിയിരുന്നു. മാധുരി വിളറി വെളുത്ത് അവളെ നോക്കി. അമ്മു ഓടി വന്ന് മാധുരിയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. ഒപ്പം സച്ചിക്കും കിട്ടിയൊരെണ്ണം. ഫൈനലി എൻ്റെ ഏട്ടത്തിയമ്മയായി അല്ലേ കള്ളി, അമ്മു മാധുരിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കിച്ചു വീർത്ത മുഖത്തോടെ അവളെ നോക്കി. അജയ്ക്ക് കിച്ചുവിൻ്റെ ഭാവം കണ്ട് ചിരി വന്നു. അമ്മു തിരിഞ്ഞു നോക്കിയപ്പോൾ മുഖം വീർപ്പിച്ചു നിൽക്കുന്ന കിച്ചുവിനെയാണ് കണ്ടത്. കൊച്ചേട്ടാ, അമ്മു ഓടി വന്ന് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. അതോടെ അവൻ്റെ പരിഭവവും മാറി. അവളെ ചേർത്ത് പിടിച്ചു. സുഖമായിരുന്നോ യാത്രയൊക്കെ? കുഴപ്പമില്ല, അജയ് ഉള്ളതുകൊണ്ട് ബോറടിച്ചില്ല.
അമ്മു അജയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയേട്ടാ, ചെവിതല കളിപ്പിച്ചിട്ടില്ല. ഇവിടെ വന്ന് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇവരുടെ ഫസ്റ്റ് നൈറ്റിന് റൂം ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ അവിടുന്ന് പ്ലാൻ ഇട്ടു. കിച്ചു സച്ചിയെ കൂർപ്പിച്ചു നോക്കി. ഞങ്ങളൊക്കെ അറിയും മുമ്പേ അമ്മ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിച്ചെന്ന്. അല്ല, അത് പിന്നെ ഇന്നെന്തായാലും ഞാൻ കല്യാണം കഴിക്കുമെന്ന് അമ്മുവിന് വാക്ക് കൊടുത്തിരുന്നു. സച്ചി അമ്മുവിനെ നോക്കി കണ്ണുറക്കിക്കൊണ്ട് പറഞ്ഞു. അത് ശരി, അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നല്ലേ? കിച്ചു പറഞ്ഞു. അമ്മു വാ പൊത്തി ചിരിച്ചു. പായസം റെഡി. ഹരി ഗ്ലാസ്സുകളിൽ പായസവുമായി വന്നു. ആഹാ, നിങ്ങളപ്പോൾ എത്തി, നല്ല സമയം. ഹരി അജയെ നോക്കി ചിരിയോടെ പറഞ്ഞു. രാഖിയും സുലോചനയും പലഹാരങ്ങളടങ്ങിയ പാത്രങ്ങളുമായി വന്നു. വന്നോ കാന്താരി? സുലോചന അമ്മുവിനെ കണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. ആദ്യം ചെറുക്കനും പെണ്ണിനും മധുരം കൊടുക്കട്ടെ. സുലോചന ഒരു ഗ്ലാസ്സിൽ നിന്നും സ്പൂണിൽ കോരിയെടുത്ത് ആദ്യം സച്ചിയുടെ വായിൽ വെച്ചു കൊടുത്തു. പിന്നെ മാധുരിയുടെയും, പിന്നെ ഓരോരുത്തരായി അത് തുടർന്നു. അമ്മു കൊണ്ടുവന്ന ബാഗ് തുറന്ന് 2 കവറുകളെടുത്ത് മാധുരിക്കും ഒന്ന് സച്ചിക്കും കൊടുത്തു. എല്ലാവരും പായസം കുടിച്ചു കഴിഞ്ഞിരുന്നപ്പോഴാണ് രാഖി രാത്രിയിൽ ഭക്ഷണം എന്താ വേണ്ടതെന്ന് ചോദിച്ചത്. ഫൈസിയുടെ ഉമ്മ നല്ല കോഴിക്കോടൻ ബിരിയാണി കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. വൈകിട്ട് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുമുണ്ട്. കിച്ചു പറഞ്ഞു. എങ്കിൽ രണ്ടാളും പോയി റെസ്റ്റ് എടുത്തോ. അമ്മു, നിങ്ങളും പോയി ഫ്രഷായി വാ, കിച്ചു അവരോട് പറഞ്ഞു. അവർ 4 പേരും പോയി കഴിഞ്ഞപ്പോൾ സുലോചന കിച്ചുവിനെ ഗൗരവത്തിൽ നോക്കി. നീ ഇനി എന്നാ കൊച്ചൊരു വിവാഹം കഴിക്കുന്നേ? മൂക്കി പല്ല് വന്നിട്ടോ? അമ്മയ്ക്കിതെന്താ? എനിക്കൊന്നുമില്ലേ. നിന്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു, പെങ്ങളുടെ കല്യാണവും കഴിഞ്ഞു, കൂട്ടുകാരൻ്റെ കല്യാണവും കഴിഞ്ഞു. ഇനിയുള്ളത് നീയല്ലേ. ആ കുട്ടി നിനക്ക് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്. ശരി, ഞാനായിട്ട് എതിര് പറയുന്നില്ല. നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചോ, എനിക്ക് സമ്മതമാണ്. കിച്ചു മുണ്ടും മടക്കി കുത്തി ഇറങ്ങിപ്പോയി. ഹരി, ആ സാറിൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടല്ലോ, നാളെ ഒന്ന് വിളിച്ചു തരണം കേട്ടോ. ഏട്ടൻ്റെ വിവാഹം കൂടി കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമായിരിക്കും അല്ലേ ഹരി? രാഖി സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ അവർ ചിലപ്പോൾ നിന്നെപ്പോലെ അല്ലെങ്കിലോ രാഖി? ഇവിടെ താമസിക്കുമോ? ഹരി അവൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. ഏട്ടൻ എന്തായാലും ഇവിടെ വിട്ടു പോവില്ല. അത് നിനക്ക് ഏട്ടനെ അറിയാത്തതുകൊണ്ടാണ് രാഖി. അമ്മു ഇല്ലാത്തടത്ത് ഏട്ടനുണ്ടാവില്ല, ഹരി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. രാഖിയുടെ മുഖം മങ്ങിപ്പോയി. സാരമില്ല, മാധുരിയുണ്ടല്ലോ, ഹരി അവളെ ആശ്വസിപ്പിച്ചു. വലിയ വീട്ടിൽ സമ്പന്നതയിൽ ജനിച്ചു വളർന്നിട്ടും രാഖി എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ബിസിനസിന്റെ തിരക്കുകളിലേക്ക് അച്ഛനും അമ്മയും ചേക്കേറിയപ്പോൾ തൻ്റെ ബാല്യവും കൗമാരവും ഏകാന്തമായി പോയിരുന്നു അവൾക്ക്. ഇവിടെ വന്നതിന് ശേഷമാണ് അവൾ ജീവിതം ആസ്വദിക്കുന്നത്. ചുറ്റും ഒരുപാട് പേരുള്ള ഒരു ലോകത്ത് അവളിപ്പോൾ ഹാപ്പിയാണ്. ഹരി ഓർത്തുകൊണ്ട് സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തു. സച്ചി റൂമിലെത്തി. ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് ലുങ്കി മാത്രം എടുത്തുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ മാധുരി മുഖം തിരിച്ചു നിന്നു. സച്ചിക്ക് അത് കണ്ട് ചിരി വന്നു. ഞാൻ അപ്പുറത്ത് പോയി കുളിക്കാം. മാധുരി അവനെ നോക്കാതെ പോകാനാഞ്ഞപ്പോൾ സച്ചി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനോട് ചേർത്തു. മാധുരി വിറയലോടെ അവനെ നോക്കി. എൻ്റെ ബോഡി കണ്ട് ബോധം പോയോ? ഇല്ല, അത് സാറ് ഡ്രസ്സ് മാറ്റാൻ പോകുകയല്ലേ, അതാ ഞാൻ. മാധുരി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്ത് ഡ്രസ്സ് മാറ്റാൻ? അല്ലേ, ഇന്നലെ വരെ മുഖത്ത് നോക്കി സംസാരിച്ച ആളിനിത് എന്തു പറ്റി? ഇതാണോ നാണം? സച്ചി അവളുടെ താടിത്തുമ്പ് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. മാധുരിയുടെ കണ്ണുകൾ പിടഞ്ഞുപോയി. ഇന്നലെ വരെ നമ്മൾ എങ്ങനെയായിരുന്നു എന്നല്ല, ഇന്നു മുതൽ നമ്മൾ എങ്ങനെയാണെന്നാണ് ചിന്തിക്കേണ്ടത്. അപകർഷതാബോധം മാറ്റിവെക്ക് കൺമണി. മാധുരി ഞെട്ടലോടെ അവനെ നോക്കി. ഈ പേര്? അതൊക്കെ അറിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവർ മാത്രം വിളിക്കുന്ന പേര് കൺമണി. ഇനി ഞാനും അങ്ങനെ വിളിക്കൂ. മാധുരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ചു. സച്ചി പ്രണയത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. സുലോചന ലയയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം നോക്കണമെന്ന് സുലോചന പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടി കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി. മാധുരി സച്ചി വാങ്ങി നൽകിയ കറുത്ത കരയുള്ള സെറ്റുമുണ്ടാണ് ഉടുത്തത്. അമ്മു കരിനീലക്കരയുള്ള സെറ്റുമുണ്ടും രാഖയ്ക്ക് പച്ച നിറത്തിലുള്ളതും. സുരേന്ദ്രനും സുലോചനയും ഏറ്റവും പിന്നിലായിട്ടാണ് നടന്നത്. കിച്ചുവിൻ്റെ കയ്യിൽ തൂങ്ങി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടപ്പാണ് അമ്മു. ഒരു കൈ അജയുടെ കയ്യിൽ ഭദ്രമാണ്. ഉടനെ തന്നെ കൊച്ചുവിൻ്റെ കൂടെയും ഒരാൾ വരും അല്ലേ സുരേട്ട? സുലോചന സന്തോഷത്തോടെ സുരേന്ദ്രനെ നോക്കി പറഞ്ഞു. കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാവരും ഇങ്ങനെ നിരന്നു പോകുന്നത് കാണാൻ. സുരേന്ദ്രൻ മനസ്സ് നിറഞ്ഞാണ് പറഞ്ഞത്. പടവിലിറങ്ങി നിന്നതും മാധുരി വീഴാനാഞ്ഞപ്പോൾ സച്ചി അവളെ വീഴാതെ ചേർത്ത് പിടിച്ചു. സൂക്ഷിച്ച് നടക്ക് കൺമണി. കൺമണിയോ? അതിലേക്ക് പേരിടയിലും കഴിഞ്ഞു. കിച്ചു സച്ചിയെ കളിയാക്കി പറഞ്ഞപ്പോൾ മാധുരി ചമ്മലോടെ അവനെ നോക്കി. അതോ, നാട്ടിൽ പോയപ്പോൾ ദിയുടെ ഇഷ്ടപ്പെട്ടവരൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്, പാസ്വാൻ പറഞ്ഞപ്പോൾ കിച്ചു സച്ചിയെ ഒന്ന് ചൂഴ്ന്നു നോക്കി. പ്രിയപ്പെട്ടവരൊക്കെ ആയി അല്ലേ? മോനെ കിച്ചു, എൻ്റെ ഭാര്യ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും,
അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മോൻ ആദ്യം പോയി ആ പെണ്ണെ വിളിച്ചിറക്കിക്കൊണ്ടുവാ. നിനക്കുള്ളത് ഞാൻ അപ്പം തരാം. സച്ചി കിച്ചുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അമ്മു ചിരിച്ചുപോയി. കിച്ചു സച്ചിയെ ദഹിപ്പിച്ചു നോക്കി. പെണ്ണെ നിക്കവിടെ. അമ്പലം എത്താറായപ്പോൾ സ്പീഡിൽ നടന്ന അമ്മുവിനെ അജയ് പിടിച്ചു നിർത്തി. ആദ്യമായിട്ടല്ലേ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്? ഒന്നിച്ച് കൈ കോർത്ത് പോടോ, കയറടോ. അജയ് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ പാതിയുടെ കൈ പിടിച്ച് പടികൾ കയറിയപ്പോൾ കിച്ചു ഒറ്റയ്ക്ക് കയറി. നീ വേണമെങ്കിൽ അവൻ്റെ കൈ പിടിച്ചോടാ. സച്ചി പാസ്വാനെ കാണിച്ചുകൊണ്ട് കിച്ചുവിനെ നോക്കി ആക്കലോട് പറഞ്ഞു. അമ്പലമായിപ്പോയി, ഇല്ലേ നീ എൻ്റെ വായിന്ന് കേട്ടേനെ. കിച്ചു കലിപ്പോടെ പറഞ്ഞപ്പോൾ സച്ചി അവനെ നോക്കി കണ്ണിറക്കി. അരികിൽ ആരോ ചേർന്ന് നിൽക്കുന്നതും തൻ്റെ വലം കൈയിൽ ആരുടെയോ കൈവിരലുകളുടെ സ്പർശനമേൽക്കുന്നതും അനുഭവപ്പെട്ടപ്പോൾ കിച്ചു ചെരിഞ്ഞു നോക്കി. കസവിൻ്റെ ദാവണി ചുറ്റി മുടി വിടർത്തിയിട്ട് വാലിട്ട് കണ്ണുകൾ എഴുതിയ ആ മുഖം കിച്ചുവിൻ്റെ ഉള്ളിലൊരു മിന്നൽ പിണർപ്പായിച്ചു. நான் வீழ்வேன் என்று நினைத்தாயோ?